കീച്ചംപറമ്പിലെ നിലവറ തുറന്നാൽ എല്ലാം അറിയാൻ പറ്റും. ആരാണ് എവിടെയാണ് കീച്ചംപറമ്പിലെ നിലവറയിൽ ഒളിച്ചിരിക്കുന്നത്? 30 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് കറക്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ നിഗമനത്തിൽ 30 കോടിയുടെ റിയൽ എസ്റ്റേറ്റ്. അത് പത്തനംതിട്ട ജില്ലയിലുണ്ട്, കൊല്ലം ജില്ലയിലുണ്ട്, തിരുവനന്തപുരം ജില്ലയിലുണ്ട്, തലസ്ഥാന നഗരത്തുണ്ട്. ഇങ്ങനെ 3-4 സ്ഥലങ്ങളിൽ 30 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് ആണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് ഫ്ലാറ്റാണോ, സ്ഥലമാണോ, വീടാണോ, കെട്ടിടങ്ങളാണോ, കോംപ്ലക്സ് ആണോ, എന്താണെന്നുള്ളത് അറിയില്ല. എന്തായാലും 30 കോടിയുടെ ഫസ്റ്റ് ഇൻഫർമേഷൻ അനുസരിച്ച് 30 കോടിയുടെ കഥയുണ്ട്. ഇത് നടന്നിരിക്കുന്നത് കീച്ചംപറമ്പിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. എവിടെയാണ് കീച്ചംപറമ്പിൽ? ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയ്ക്ക് അടുത്തുള്ള പത്മകുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പത്മകുമാറിന്റെ വീടാണ് കീച്ചംപറമ്പിൽ. ആ കീച്ചംപറമ്പിൽ നിത്യ സന്ദർശകനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്ന് പറഞ്ഞ പത്മകുമാറിന്റെ വീട്ടിൽ നിത്യ സന്ദർശകനായിരുന്നു. മാത്രമല്ല പല ദിവസങ്ങളും അവിടെ താമസിച്ച് ഈ കൊട്ടേഷൻ പരിപാടികൾ പ്ലാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ പത്മകുമാറിന്റെ വീട്ടിൽ ഈ കൊട്ടേഷൻ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് അവിടുത്തെ നിലവറയിൽ സ്വർണമുണ്ടോ, അവിടുത്തെ നിലവറയിൽ പ്രമാണങ്ങളുണ്ടോ, അവിടെ നിലവറയുണ്ട് എന്നാണ് അറിയുന്നത്. അത് SIT പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിനകത്താകുമ്പോൾ അണ്ടർഗ്രൗണ്ടിലും പല അലമാരയ്ക്കകത്തുകൂടെയും അല്ലെങ്കിൽ ബാത്റൂമിനകത്തുകൂടെയും ബാത്റൂമിൽ ഉള്ള വ്യാജേന കെട്ടിവെച്ചിരിക്കുന്ന പുറത്ത് കാണുമ്പോൾ നമുക്ക് ബാത്റൂം ആണെന്ന് തോന്നുന്നു, പക്ഷെ അകത്ത് നിലവറയിലേക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെയൊക്കെ വീടുകൾ ആളുകൾ പണിത് വെക്കാറുണ്ട്. പിന്നെ താഴത്തെ സെല്ലാർ പണിത് വെക്കും. കാരണം ഇതൊക്കെ കള്ളപ്പണവും ഇതുപോലത്തെ സ്വർണ്ണമൊക്കെ രേഖകളൊക്കെ സൂക്ഷിക്കുന്നത് രഹസ്യമായിട്ടായിരിക്കും. ബാങ്കിലൊന്നും കൊണ്ട് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ലോക്കറിലെ കൊണ്ട് വെക്കണമെങ്കിൽ അതിന് ഡോക്യുമെന്റ് ആയി പോകും, അല്ലാതെ കൊണ്ട് വെക്കും. അപ്പോൾ നിലവറയിൽ കീച്ചാംപറമ്പിലെ വീട്ടിനകത്തുള്ള നിലവറയിൽ ഇതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് SITയുടെ അടുത്ത നിഗമനം. എങ്ങനെയാണ് പത്മകുമാർ ഈ തരത്തിലേക്കൊക്കെ വളർന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റി കേവലം ഒരു ബിനാമി മാത്രമാണ്. കാരണം ശബരിമലയിൽ നിന്ന് ഒരു പ്രാവശ്യം ഇറക്കി വിട്ട ആളാണ് ഈ പരികർമ്മി. ഇതിന്റെ ഘടന, ഹൈറാർക്കൽ ഘടന നിങ്ങൾ മനസ്സിലാക്കുക. മേൽശാന്തി, ഏറ്റവും മുതിർന്ന മീൻസ് പ്രായം കൊണ്ടല്ല, പ്രധാനപ്പെട്ട പോറ്റി മേൽശാന്തിയെ സഹായിക്കാൻ കീഴ്ശാന്തിയെ സഹായിക്കാൻ കർമ്മികളെ സഹായിക്കാൻ പരികർമ്മികൾ. അപ്പോൾ ഹൈറാർക്കിയിൽ 4ാമത്തെ ആളാണ്. അതിൽ മേൽശാന്തിക്കും കീഴ്ശാന്തിക്കും മാത്രമാണ് ക്ഷേത്രത്തിനകത്ത് കയറാൻ കഴിയുന്നത്. പരികർമ്മിക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ ബാക്കി ചുറ്റുവട്ടങ്ങൾ, പൂറുക്കുക, പാത്രങ്ങൾ കഴുകാൻ വേറെ ആളുകളുണ്ട് കഴുകുന്ന. അതേസമയം മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സഹായിയായി നിൽക്കുന്ന ആളാണ് കർമ്മിയുടെയും താഴെയാണ്. അതായത് LD ക്ലാർക്ക്, UD ക്ലാർക്ക്, LD ക്ലാർക്ക് അസിസ്റ്റന്റ് എന്നൊക്കെ പറയും പോലെ ഏറ്റവും താഴത്തെ ഹൈറാർക്കിയിലെ ഏറ്റവും താഴത്തെ ആളാണ് പരികർമ്മി. അപ്പോൾ ശബരിമലയിലെ പരികർമ്മി ആയിരുന്ന, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിനടുത്തുള്ള പുളിമാത്തുള്ള ഒരു ഇല്ലത്തിലുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പോറ്റിയുടെ അച്ഛന്റെ സഹായത്തോടു കൂടി തൊട്ടടുത്തുള്ള ഒരു ദേവീക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോകുമായിരുന്നു. അവിടെ കാണിക്ക മോഷണവും പരിപാടികളൊക്കെ നടത്തിയപ്പോൾ ആളുകൾ പുറത്താക്കി. അപ്പൊ ആ ഉണ്ണികൃഷ്ണൻ നേരെ ശബരിമലയ്ക്ക് ഏതോ ഒരു പരിചയം വെച്ചിട്ട് ശബരിമലയ്ക്ക് വെച്ച് പിടിച്ചു. അവിടെ പരികർമ്മിയായി അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്ന മുതലാളിമാരെയും മറ്റു മുതലാളിമാരെയും, കാര്യം മുതലാളിമാരെ കണ്ടാൽ അറിയാലോ, ഡ്രസ്സിങ്ങിലും മാലയിലും സ്വർണത്തിലും 10 വിരലിലും മോതിരമൊക്കെ ഇട്ടോണ്ട് വരുന്നവരെ കണ്ടാൽ അറിയാം. അപ്പൊ അങ്ങനെയുള്ള മുതലാളിമാരെ കയ്യിലാക്കിയിട്ട് അവർക്ക് നടയിൽ പെട്ടെന്ന് കാണാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് അവിടുന്ന് പൂജാ സാധനങ്ങൾ കിട്ടാനുള്ള സൗകര്യങ്ങൾ, സ്പെഷ്യൽ പോറ്റിയുമായിട്ടുള്ള മേൽശാന്തി കീഴ്ശാന്തിയായിട്ടുള്ള ഒരു ഇൻട്രോഗേഷൻ അല്ലെങ്കിൽ അവരെ തമ്മിൽ കാണാനുള്ള സംവിധാനം, ഇതൊക്കെ ചെയ്തു കൊടുത്ത് പോറ്റി ആരായി? അവിടുത്തെ പ്രധാനപ്പെട്ട ഈ പരികർമ്മിയായ ഉണ്ണികൃഷ്ണൻ പൂണൂലിട്ടിട്ടുണ്ടല്ലോ, പ്രധാനപ്പെട്ട ഒരാളെ പോലെ ഒരു കൈവേലക്കാരനായി മാറി. അതാണ് കറക്റ്റ് വാക്ക്. ശബരിമലയിലെ കൈവേലക്കാരനായി. ഈ കൈവേലക്കാരനായി നിന്ന സമയത്താണ് അവിടെ എന്തോ കൃത്രിമം കാണിച്ചിട്ട് അവിടുന്ന് പുറത്താക്കി. ഇയാൾ നേരെ എവിടെ പോവുകയാണ്? നേരെ അങ്ങ് ബാംഗ്ലൂർക്ക് ബാംഗ്ലൂരിൽ വെച്ച് പിടിച്ചപ്പോൾ അവിടെയും ശ്രീറാം അയ്യപ്പ ക്ഷേത്രമുണ്ട്. അപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഈ ശബരിമലയിൽ വന്നിട്ടുള്ള ബാംഗ്ലൂർ ക്ഷേത്രത്തിലും പോകുന്ന ചില മുതലാളിമാർ അവിടെ നോക്കിയപ്പോൾ ഇയാൾ അവിടെ തൊഴാനൊക്കെ വരുന്നു. അപ്പൊ ആ മുതലാളിമാരുടെ ഒരു സ്വാധീനത്തിൽ അവിടുത്തെ കർമ്മിയെ, അവിടെ കീഴ്ശാന്തി മേൽശാന്തി വേറെ ഉണ്ട്, അവിടെ കുറച്ചുകൂടെ പ്രൊമോഷൻ കിട്ടി കീഴ്ശാന്തി ആയെന്നാ തോന്നുന്നു. അത് തന്നെ അവിടെ കർമ്മിയാണെന്ന് അറിയില്ല. എന്തായാലും അവിടെ കയറിപ്പറ്റിയതോടുകൂടി ഉണ്ണികൃഷ്ണന്റെ സമയം തെളിഞ്ഞു. ഈ സമയത്താണ് ഉണ്ണികൃഷ്ണൻ അവിടുത്തെ വ്യവസായികളുമായിട്ട് അവിടെ വരാൻ തുടങ്ങി, ശബരിമലയിൽ വരാൻ തുടങ്ങി. അങ്ങനെ ശബരിമലയിൽ വരാൻ തുടങ്ങിയപ്പോഴാണ് അവിടെയുള്ള അപ്പൊ നേരത്തെ ഒരു പരിചയം ഉണ്ടല്ലോ, പുറത്താക്കിയെങ്കിലും നന്നായിട്ട് പോറ്റിയാണല്ലോ, പൂണിലിട്ടിരിക്കുന്ന ആളാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ബാക്കിയുള്ളവർ അതിനെ അക്സെപ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും അവിടെ ആക്സസ് ആയി. അങ്ങനെ മുതലാളിമാരെ കൊണ്ടുവരികയും മുതലാളിമാരിൽ നിന്ന് പണമൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടുള്ള
ഒരു നെക്സസ് ശബരിമലയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞു. ഇതാണ് കഥ. കഴിഞ്ഞ ഒരു 8-10 വർഷത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കഥ ഇതാണ്. എന്നിട്ടാണ് അപ്പൊ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു നല്ല നെക്സസ് ആയപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരു ബിനാമിയെ പത്മകുമാറിനും സംഘത്തിന് വേണമായിരുന്നു. വാസുവിനും പത്മകുമാറിനും ബൈജുവിനും ഒക്കെ സംഘത്തിന് വേണമായിരുന്നു. ഒരു ബിനാമി വേണമായിരുന്നു ഇതൊക്കെ ചെയ്യാൻ. കടമ്പള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളും ഒക്കെ ഇതിനകത്ത് ബന്ധമുണ്ടെങ്കിൽ അവർക്കും വേണം ഒരു ബിനാമി. എപ്പോഴും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് ബിനാമികളെ കൊണ്ടാണ്, അല്ലെങ്കിൽ വെറ്ററാളിനെ കൊണ്ട് ചെയ്യിച്ചിട്ട് നമ്മൾ ലാഭം എടുക്കണം. ഡയറക്ടർ ഇറങ്ങി ചെയ്യാൻ പറ്റത്തില്ല. മന്ത്രിക്ക് ഇറങ്ങി ചെയ്യാൻ പറ്റും, കടമ്പള്ളിക്ക് ഇറങ്ങി അന്ന് മന്ത്രിയാണ് ഇറങ്ങി ചെയ്യാൻ പറ്റും, പത്മകുമാറിന് ഡയറക്ടർ ഇറങ്ങി ചെയ്യാൻ പറ്റും, പറ്റത്തില്ലല്ലോ. ദേവസ്വം മെമ്പർമാർക്ക് ഡയറക്ടർ ഇറങ്ങി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു പരിപാടി വെച്ചു. ഇതിനു മുമ്പ് വേറൊരു കഥയുണ്ട്. ഇവിടെ ഇപ്പൊ പാളി കൊണ്ടുപോയ കഥയാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെ ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയ പിന്നെ മണ്ഡപം പ്രതിഷ്ഠ കൊണ്ടുപോയ കാര്യമൊക്കെയാണല്ലോ പറയുന്നത്. അതിനു മുമ്പേ അവിടെ കൊടിമരത്തിൽ പൂശിയിരുന്നു സ്വർണം. കൊടിമരം സ്വർണം പൂശുന്നതിന് കിട്ടിയ സ്വർണം എങ്ങോട്ടൊക്കെ പോയി? സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ കൊടുത്ത സ്വർണം എങ്ങോട്ട് പോയി? അന്നും ഈ ചോദ്യമുണ്ട്. വാജി വാഹനം എങ്ങോട്ട് കൊണ്ടുപോയി? അത് അവിടെയൊക്കെ തന്ത്രി കുടുംബത്തിന്റെ ഇതിന്റെ റോൾ എന്താണ്? അപ്പോൾ അങ്ങനെ അവിടെ ശബരിമലയിൽ പരികർമ്മിയായി ആദ്യം കയറിപ്പറ്റി അവിടെ നിന്ന് ഇറക്കി വിട്ട പിന്നെ ബാംഗ്ലൂരിൽ പോയി ശ്രീറാം ക്ഷേത്രത്തിൽ അവിടെ അതുവഴി കയറി വീണ്ടും ശബരിമലയിൽ വന്ന് മുതലാളിമാരുമായിട്ടൊക്കെ വന്ന് ഒരു അവിഹിതമായ അലിഖിതമായ അഴുക്ക ബന്ധമുണ്ടാക്കി അങ്ങനെ നിന്നൊരു കൾപ്രിറ്റായിട്ടുള്ള ക്രിമിനലായിട്ടുള്ള പോറ്റിയെ ബിനാമിയാക്കി പിടിച്ചുകൊണ്ട് പിന്നെയാണ് കഥയുടെ രൂപം മാറുന്നത്. എന്നിട്ട് സ്വർണം പൂശിയിരുന്ന വാതിൽ പിത്തളയാണെന്ന് എഴുതി ഫയൽ വരുന്നു. ബൈജു സംഘമൊക്കെ കൂടി ഫയൽ കൊടുത്തത് പിത്തളയാണെന്നാണ് അടുത്ത കമ്മിറ്റിയിലേക്ക് വരാനുള്ള ഐറ്റമായിട്ട് കൊടുത്തു. 30ാമത്തെ ഐറ്റമായിട്ട് കൊടുത്തത് പിത്തള എന്നാണ്. അപ്പോഴാണ് പിത്തള എന്ന് എഴുതിയാൽ കൂടുതൽ സംശയം വലിയ കാര്യം, ഫയൽ നാളെ പുറത്തൊക്കെ പോയാലോ, അതുകൊണ്ട് അതിലെ നമുക്ക് വെട്ടിത്തിരുത്തിയിട്ട് സ്വന്തം കൈപ്പടയിൽ പത്മകുമാർ എഴുതി പിത്തളയല്ല പിത്തള അങ്ങ് വെട്ടിയിട്ട് അവിടെ ചെമ്പുപാളി എന്നെഴുതി അവിടെയാണ്. എന്നിട്ട് അനുവദിക്കാവുന്നതാണെന്നും താഴെ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ചെമ്പുപാളി എന്ന് എഴുതി ചെമ്പുപാളി എന്ന് പറയുന്നത് അനുവദിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് അടുത്ത യോഗത്തിൽ പാസ്സാവുകയും അങ്ങനെ ഉടനെ തന്നെ ഇദ്ദേഹത്തിന് കൊടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് തന്ത്രി അറിഞ്ഞില്ലയോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെ നിന്ന് ഇളക്കി കൊണ്ടുപോകുമ്പോൾ രാത്രി ഇളക്കി കൊണ്ടുപോകാൻ പറ്റുമോ? പോറ്റിമാരാരും കാണാതെ ഇളക്കി കൊണ്ടുപോകാൻ പറ്റുമോ? മേൽശാന്തി അറിയാതെ ഇളക്കി കൊണ്ടുപോകാൻ പറ്റുമോ? കീഴ്ശാന്തി അറിയാതെ ഇളക്കി കൊണ്ടുപോകാൻ പറ്റുമോ? അവിടെ നിന്ന് സെക്യൂരിറ്റിയും പോലീസുകാരനും അവിടെ പിന്നെ ക്യാമറയൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലമാണല്ലോ. ഇതാരും കാണാതെ എടുത്തുകൊണ്ട് രഹസ്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും കീച്ചംപറമ്പിലെ നിലവറയിലുണ്ട്. കീച്ചംപറമ്പിന്റെ നിലവറയിലും കീച്ചംപറമ്പിൽ താമസിക്കുന്നവരെയും ഒന്ന് ചോദ്യം ചെയ്താൽ അത് പത്മകുമാറിന്റെ വീട്ടിലുള്ള അംഗങ്ങളൊക്കെ ഉണ്ട്. അവരെല്ലാം ഇത് കേട്ടോണ്ടും കണ്ടോണ്ടും നിൽക്കുന്നവരായിരിക്കും. പക്ഷെ അവരൊക്കെ വിശ്വാസികളായിരിക്കും. ഈ തന്തയുടെ അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ ദുഷ്ടതരത്തിൽ മനം നൊന്ന് നിൽക്കുന്നവരായിരിക്കും ഭാര്യയും മക്കളും ഒക്കെ. അതുകൊണ്ട് അവരെ കുറ്റം പറയണ്ട. പക്ഷെ അവരെയും ചോദ്യം ചെയ്യണം. അപ്പോഴറിയാം കീച്ചംപറമ്പിലെ നിലവറയിലെ അത് നിലവറ 1, 2, 3 കൊണ്ടോന്ന് അറിഞ്ഞൂടെ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എത്ര ഏത് എന്നാണെന്ന് കണ്ടുപിടിച്ചാൽ മനോഹരമായിരിക്കും. അതോടുകൂടി ഇതിന്റെ എല്ലാ തെളിവുകളും പുറത്തു വരും. എന്തായാലും പത്മകുമാറിനെ ബ്രെയിൻ മാപ്പിങ്ങും അതുപോലെ നുണപരിശോധനയും ബന്ധങ്ങളുടെ പരിശോധനയും ഒക്കെ നടത്താനായിട്ട് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ആ കസ്റ്റഡിയിൽ പോകുന്നുണ്ട്. പത്മകുമാറിന്റെ കസ്റ്റഡിയിൽ കിട്ടുന്നുണ്ട്. കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിനിടയിൽ വേറൊരു വാർത്തയോടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മുടെ വാസു സാറിനെ കൈവലങ്കത്തിന് വെച്ചു കൊണ്ടുപോയി എന്ന് ചോദിച്ചുകൊണ്ട് ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. DGPക്കൊക്കെ പരാതി കൊടുത്ത് DGP പോലീസുകാരന്മാർക്കെതിരെ പിന്നെ പരാതി ARP ക്യാമ്പിലെ പോലീസുകാരെതിരെ നടപടി വരാൻ പോകണം. എന്റെ പൊന്നു DGP സാറെ, ഇനി വാസുവൊക്കെ ഈ നിയമത്തിന്റെ പഴുതിലൂടെ ഇറങ്ങി രക്ഷപ്പെട്ടാൽ ഒന്ന് കൈവിലങ്ങെങ്കിലും വെച്ച് ജനങ്ങളൊന്ന് കണ്ടോട്ടെ, ഈ വിശ്വാസ സമൂഹം ഒന്ന് കണ്ടോട്ടെ. അത്രമാത്രം കരയും കണ്ണുനീരിന്റെ കഥയാണ് ശബരിമലയിൽ പറയാറുണ്ട്. 2 കൈയും വിലങ്ങ് വെച്ചോണം യോമാരി എല്ലാ അമ്മമാരെയും കൊണ്ടുപോകാൻ. അതെങ്കിലും കേരളത്തിന്റെ പൊതുവിശ്വാസ സമൂഹത്തിന് നിങ്ങളൊന്ന് അനുവദിച്ചു കൊടുക്കൂ.